ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നും സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള, നമ്മൾ ഇത്ര കാലം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സെയിം വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. അതായത് സ്വർണം എന്ന വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയിലെ ടോപ്പിക്കായിട്ട് ചെറിയൊരു സ്പിൻ ഓഫ് എന്ന് പറയാം. അതിൽ പറഞ്ഞ ഒരു ചെറിയൊരു ടോപ്പിക് അതിനടുത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോവുകയാണ്. അതായത് ഗോൾഡ് ETF, ഫിസിക്കൽ ഗോൾഡ്, ഇവ രണ്ടും കമ്പയർ ചെയ്ത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഏതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ള കാര്യം നോക്കാൻ പോവുകയാണ്. ഇവ രണ്ടിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ പറയും, എന്നിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഗോൾഡ് ETF കുറിച്ച് തന്നെ പറയാം. അതായത് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളതും ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു രീതിയാണ് ഗോൾഡ് ETF. സ്വർണ്ണത്തിൽ നിക്ഷേപത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഗോൾഡ് ETF. അതായത് ETF നമ്മൾ ഷെയറുകൾ ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയാണിത്. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്യാൻ കാരണം എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇത് ബൈ ചെയ്യാനും സെല് ചെയ്യാനും വളരെ എളുപ്പം എന്നുള്ള കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ ഷെയറിൽ വാങ്ങുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ബ്രോക്കറിൻ്റെ ആപ്പ് വഴി നിങ്ങൾക്ക് ഷെയറുകൾ വാങ്ങുന്ന പോലെ തന്നെ ബൈ ചെയ്യാനും സെല് ചെയ്യാനും വളരെ എളുപ്പമാണ് ഇത്. നിങ്ങൾക്കറിയാം, ഡിമാറ്റ് അക്കൗണ്ട് സീറോദ, അപ്സ്റ്റോക്സ് പോലുള്ള ഡിമാറ്റ് അക്കൗണ്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി ETF വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. ഇതിലേതെങ്കിലും ഒരു ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് ആ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഓപ്പണിംഗ് കംപ്ലീറ്റ് ഫ്രീ ആണ്. അതുവഴി നിങ്ങൾക്ക് ETF വാങ്ങുകയും വിൽക്കുകയും ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു വലിയ അഡ്വാൻറ്റേജ്, ഫിസിക്കൽ ഗോൾഡ് വാങ്ങുമ്പോൾ നമുക്ക് എക്സ്പെൻസ് കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം, അതിന് മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ടി വരും. അതുകൂടാതെ നമ്മളത് ലോക്കറിലോ മറ്റോ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ്. ഇനി അത് വീട്ടിൽ വെക്കുകയാണെങ്കിൽ അത് കട്ടുണ്ടോ എന്നുള്ള റിസ്ക് ഉണ്ട്. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഫിസിക്കൽ ഗോൾഡിനുണ്ട്. പക്ഷേ ETF കേസിൽ അതൊന്നുമില്ല. ഡിജിറ്റൽ ഫോമിലാണ് ഇതിലുള്ളത്. അത് നമ്മുടെ ഡിമാറ്റിലാണ് സൂക്ഷിച്ച് വെക്കുന്നത്. ഇങ്ങനെ ഡിമാറ്റ് അക്കൗണ്ടിലുള്ള ETF യൂണിറ്റുകളെ നമുക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലെ ഹോൾഡിങ്സിൽ ആ യൂണിറ്റുകൾ കാണാൻ പറ്റും. പിന്നെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രാക്ഷൻ യൂണിറ്റ്സ് വളരെ ചെറിയ തുക വെച്ച് തന്നെ നമുക്ക് ETF യൂണിറ്റുകൾ വാങ്ങാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കറിയാം, ഗോൾഡിൻ്റെ കേസിൽ അത്യാവശ്യം ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ 1 ഗ്രാം ഗോൾഡെങ്കിലും വാങ്ങാൻ പറ്റൂ. പക്ഷേ ETF ആകുമ്പോൾ നമുക്ക് 1 ഗ്രാം ഒന്നും വാങ്ങേണ്ടി വരില്ല. ഏകദേശം ഒരു 60-70 ആ റേഞ്ചിൻ്റെ ഇടയിലുള്ള പ്രൈസിൽ നമുക്ക് ഒരു യൂണിറ്റ് വാങ്ങാൻ പറ്റും. ഈ പ്രൈസ് മാറിക്കൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക്, ഫിക്സഡ് അല്ല. സ്വർണ്ണത്തിൻ്റെ വില മാറുന്നതനുസരിച്ച് ഈ വില മാറിക്കൊണ്ടിരിക്കും. എങ്കിലും നമുക്ക് അത്രയും ചെറിയ തുക വെച്ച് നമുക്ക് വാങ്ങാൻ പറ്റും ഒരു യൂണിറ്റ്. നമുക്ക് എത്ര യൂണിറ്റാണ് വേണ്ടത് അതിനനുസരിച്ച് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങാം. ഇനി നമുക്ക് ഫിസിക്കൽ ഗോൾഡിലേക്ക് വരാം. അതായത് നമ്മളെല്ലാവരും സാധാരണ ഇതിൽ വാങ്ങുന്ന ഫിസിക്കൽ ഗോൾഡ്. ഒന്നാമത്തെ ഫിസിക്കൽ ഗോൾഡായിട്ട് വാങ്ങുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു ഗോൾഡ് എന്ന് പറയുന്നൊരു സെൻറ്റിമെൻ്റ് ആണ്. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ മാത്രമല്ല പലരും വാങ്ങുന്നത്. പിന്നെ പ്രത്യേക ഇവൻറ്റുകൾ, വെഡ്ഡിങ്, ഫെസ്റ്റിവൽ, അക്ഷയ തൃതീയ, ധൻതെരാസ്, അങ്ങനെയുള്ള ഇവൻറ്റുകൾക്കാണെങ്കിൽ നമ്മൾ ഫിസിക്കൽ ഗോൾഡ് തന്നെയായിരിക്കും വാങ്ങാൻ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഇത് നമുക്ക് ടച്ച് ചെയ്ത് അറിയാൻ പറ്റും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഡിജിറ്റൽ ഗോൾഡ് ആകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമല്ല ഗോൾഡിൻ്റെ രൂപത്തിൽ. അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു വാല്യൂൻ്റെ യൂണിറ്റ് അവിടെ ഡിജിറ്റലി ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഫിസിക്കൽ ഗോൾഡ് വാങ്ങുമ്പോൾ ഗോൾഡായിട്ട് തന്നെ നമുക്ക് അത് കാണാൻ പറ്റും. പിന്നെ റെയർ കേസിലാണെങ്കിൽ കുറേ കാലങ്ങൾ, വർഷങ്ങൾ കഴിഞ്ഞാൽ ആ ഒരു ഗോൾഡിന് ആൻറ്റിക്കിൻ്റെ വാല്യൂ കിട്ടും നമുക്ക്. അത് കുറേ വർഷങ്ങളെടുക്കും, എങ്കിലും നമുക്ക് അങ്ങനെ ഒരു ചാൻസ് കൂടി ഉണ്ട് ഫിസിക്കൽ ഗോൾഡ് ആകുമ്പോൾ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി സിമ്പിളായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. ഗോൾഡ് ETF ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഈസിയാണ് ബൈ ആൻഡ് സെല്ല് ചെയ്യാൻ. ചെറിയ കോസ്റ്റാണ്, ചെറിയ ബ്രോക്കറേജ് ചാർജ് മാത്രമേ വരൂ അതിന്. പിന്നെ ഇതിൻ്റെ പ്രൈസിങ്ങും കാര്യങ്ങളും വളരെ ട്രാൻസ്പാരൻ്റ് ആണ്. പിന്നെ കട്ടുണ്ടോ എന്നുള്ള പ്രശ്നമില്ല ഇതിൽ. അത്രയും കാര്യങ്ങളാണ് ഇതിന് ഗുണമായിട്ട് വരുന്നത്. ഇനി ഒരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റുന്നത്, നമുക്കൊരു സ്വർണം ഓൺ ചെയ്യുന്ന സ്വർണം എന്നുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. ഇപ്പോൾ സ്വർണം നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഒരു ഫീൽ നമുക്ക് കിട്ടില്ല. അത് ഡിജിറ്റൽ ഫോം ആയതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ഫോമിലാണ് അത് സൂക്ഷിച്ച് വെക്കുന്നത്. അതുകൊണ്ട് നമുക്കതിനെ സ്വർണം എന്ന ഫോമിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇനി ഫിസിക്കൽ ഗോൾഡിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് തൊട്ടറിയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൾച്ചറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞു ആ കാര്യങ്ങൾ. പിന്നെ ജ്വല്ലറിയിൽ കളക്ട് ചെയ്ത് വെക്കുന്നവർക്ക് വളരെ വർഷം കഴിഞ്ഞ് ആൻറ്റിക്കിൻ്റെ ഒരു ഗുണം കിട്ടും. ഇതെല്ലാം ഒരു ഗുണം എന്നുള്ള രീതിയിൽ പറയാം. പിന്നെ ഇതിൻ്റെ ദോഷങ്ങൾ പറയുകയാണെങ്കിൽ വളരെയധികം ഉണ്ട്. അതായത് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കാൻ മേക്കിംഗ് ചാർജ് വളരെ അധികമായിരിക്കും. ആ ഒരു തുക നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടുന്ന തുകയല്ല. പിന്നീട് വിൽക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ആ സ്വർണ്ണത്തിൻ്റെ വാല്യൂ മാത്രമേ കിട്ടൂ. പിന്നൊന്ന്, ഇത് സംരക്ഷിച്ച് വെക്കാൻ കട്ടുണ്ടാവുന്നുള്ള പേടിയുണ്ട്. ഇനി അത് ലോക്കറിൽ വെക്കാമെന്ന് വെച്ചാൽ അതിനും ചിലവുണ്ട്. പിന്നെ പെട്ടെന്ന് ഇപ്പോൾ ETF പോലെ ഒറ്റ ക്ലിക്കിൽ നമുക്ക് മൊബൈലിൽ സെല് ചെയ്യുന്ന പോലെ സെല് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിനുള്ള ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഇനി ഇതിൽ ഏത് തിരഞ്ഞെടുക്കുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് പ്യുവറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണെന്ന് ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഗോൾഡ് ETF തന്നെ ആയിരിക്കും. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉദ്ദേശമെങ്കിൽ. ഇനി ട്രഡീഷണൽ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഇവൻറ്റിനോ അങ്ങനെയുള്ള ഫിസിക്കൽ ഗോൾഡ് കൂടിയേ തീരും എന്നുള്ള ഈ സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഫിസിക്കൽ ഗോൾഡ് വാങ്ങാവുന്നതാണ്. ഇനി ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടും വെക്കാം. നമ്മുടെ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡ് ഫിസിക്കൽ ഗോൾഡിലും കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന രീതിയിൽ ETF സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇനി ETF കേസിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള വലിയ ബ്രോക്കേഴ്സ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക.
അങ്ങനെയുള്ള 2 പ്രധാനപ്പെട്ട ബ്രോക്കേഴ്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല, എഡ്യൂക്കേഷണൽ പർപ്പസിന് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കിയ ശേഷം മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൂടാതെ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്.